PSC സഞ്ചാരിയിലേക്ക് സ്വാഗതം. പുതിയ SCRTയിലെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിലെ ഭാഗം 1 ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ അവസാനത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മുടെ പാർട്ട് 7 വീഡിയോ ആണ്. നമ്മുടെ ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് അല്ലെങ്കിൽ ഭാഗം 1 ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ ചാപ്റ്ററിൻ്റെ പേര് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ. അപ്പം നമുക്ക് തുടങ്ങാം. നമുക്കറിയാം SCRTയിലെ കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഈ ഒരു ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിത വിപ്ലവവും പിന്നെ പല കൃഷി രീതികൾ, പിന്നെ ദാരിദ്ര്യരേഖ, അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കുന്ന ഭാഗത്തു നിന്നുള്ള ടോപ്പിക്സാണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കൃഷിയുടെ ഉദ്ഭവം. അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് 7000 BCEയിലാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓർത്തിരിക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും വരിക, അല്ലാതെ ഇങ്ങനെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ചോദിക്കില്ല. ഏത് വർഷം മുതലാണ് കൃഷി ആരംഭിച്ചത് അങ്ങനെയൊന്നും ആയിരിക്കില്ല ചോദിക്കുക. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ഈ 7000 BCE ആണോ അത് AD ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അത്രേ ഉള്ളൂ. പിന്നെ മെസ്സപ്പൊട്ടേമിയ, തുർക്കി, ഈജിപ്ത്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഏതാണ്ട് 3000 BCEയിലാണ് സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത്. അപ്പോൾ ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത് സിന്ധു നദിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗത്താണ്. അത് എത്ര വർഷം മുന്നെയാണ്? ഏകദേശം 3000 BCE ആ ഒരു കാലഘട്ടത്തിലാണെന്ന് ഓർത്തിരിക്കുക. ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളായ മോഹൻജദാരോയിലും ഹാരപ്പയിലുമാണ് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ സിന്ധു നദീതടമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ള പ്രധാന നഗരങ്ങളാണ് മോഹൻജദാരോ, ഹാരപ്പ. അപ്പോൾ അവിടുത്തെ പ്രധാന കൃഷിധാന്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗോതമ്പും ബാർലിയും. പിന്നെ ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ് കൃഷി ആരംഭിച്ചത്. ഓക്കെ, ഇനി അടുത്തത് ഉപജീവന കൃഷി. ഓക്കെ, പലതരം കൃഷികൾ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പേരുകൾ മാത്രമാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി ഇവിടെ പറയുകയാണ്. കർഷകർ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണിത്. അല്ലേ, ആ പേര് പോലെ തന്നെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നു, അതായത് വീട്ടിലേക്കുള്ള ആവശ്യത്തിന്. ലാഭം നേടുക എന്നത് ഈ കൃഷിരീതിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല, അല്ലേ, അതായത് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല ഈ ഒരു കൃഷി ചെയ്യുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. അത് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കൃഷി അവർ പച്ചക്കറികൾ അവർ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി അവർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്കുള്ള ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരികയാണെങ്കിൽ അല്ലെങ്കിൽ മിച്ചം വരികയാണെങ്കിൽ അതെന്ത് ചെയ്യും? അവർ പുറത്ത് വിറ്റിട്ട് കാശ് വാങ്ങും. അത് അവരുടെ ബാക്കി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. ഇനി സമ്മിശ്ര കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി. ഇതിനൊപ്പം കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം സമ്മിശ്ര കൃഷീൻ്റെ അകത്ത് എന്തൊക്കെയാണ്? കുറേ വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കന്നുകാലിയും കോഴിയും മീനും ഇതൊക്കെ വളർത്താൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു, അല്ലേ. ഇനി കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളിൽ നിന്നും തിരിച്ചും ലഭിക്കുന്നു. പിന്നെ ചിലവ് താരതമ്യേന കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സമ്മിശ്ര കൃഷി കൊണ്ടുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി തോട്ടവിള കൃഷി. പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റു ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ തോട്ടവിളകളുടെ ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലേ. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം. ചിലപ്പോൾ അതൊക്കെ ഒറ്റയാനെ കണ്ടെത്താനോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ശരി തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരാം, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനൊക്കെ വരാം. അപ്പോൾ തോട്ടവിളകൾ ഏതൊക്കെയാണ്? തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടാണ് നമ്മൾ ഭക്ഷ്യവിളകളിൽ നിന്നിട്ട് ഭക്ഷ്യവിളകൾ മാറിയിട്ട് തോട്ടവിളകൾ കൂടുതൽ കൃഷി ചെയ്യാൻ തുടങ്ങി. വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ. ഓക്കെ, വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലം ഏത് എന്ന് ചോദിക്കാം. ഏതാണ്? ബ്രിട്ടൻ. വ്യവസായ വിപ്ലവം ആരംഭിച്ചത് 18ാം നൂറ്റാണ്ടിലാണ്. അത് ബ്രിട്ടനിലാണ്. ആ ഒരു നൂറ്റാണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം, അത് PSC ചോദിക്കാറുണ്ട്. 18ാം നൂറ്റാണ്ട് ബ്രിട്ടനാണ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണ് ഈ വ്യവസായ വിപ്ലവം ആരംഭിച്ചത്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അതിനായി 19ാം നൂറ്റാണ്ടിൻ്റെ
ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങളിൽ അവർ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എന്താണ് കാർഷിക അസംസ്കൃത വസ്തുക്കൾ അവർക്ക് ആവശ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുക, അവരുടെ കോളനി രാജ്യങ്ങളിൽ അല്ലേ, അവർ കുറേ കോളനിയായിട്ട് കുറേ രാജ്യങ്ങളെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ ബ്രിട്ടൻ്റെ ഒക്കെ കോളനി ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ അവരെന്ത് ചെയ്തു, ഈ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ദീർഘകാലം വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവും ഈ കൃഷി രീതിയുടെ പ്രത്യേകതകളാണ്. ഏത് കൃഷി രീതിയുടെ? തോട്ടവിള കൃഷീൻ്റെ. ദീർഘകാലം വരുമാനം ഉണ്ടാവും, പിന്നെ താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവുമാണ്. ഇതാണ് തോട്ടവിളേൻ്റെ പ്രത്യേകതകൾ, ഓർത്തിരിക്കണം. പിന്നെ വാണിജ്യ വിള കൃഷി. കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നവരാണ് വാണിജ്യ വിള കൃഷി. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യവിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഈ വ്യവസായശാലകളിലേക്കുള്ള കാർഷിക അസംസ്കൃത വസ്തുക്കളൊക്കെ പ്രധാനമായിട്ട് ഈ വാണിജ്യവിള കൃഷിയിലൂടെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്തത് ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി കൂടിയാണിത്. ഓക്കെ, അപ്പോൾ മൂലധനം കൂടുതൽ വേണം, ആധുനിക സാങ്കേതിക വിദ്യയും വേണം, ഒരു കൃഷി കൂടിയാണിത് അല്ലേ. ഇനി അടുത്തത് റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവ വാണിജ്യ വിളകളാണ്. ഓക്കെ, അപ്പോൾ വാണിജ്യ വിളകളുടെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? റബ്ബർ, കരിമ്പ് നമുക്ക് കൺഫ്യൂഷനായി പോകും, ഭക്ഷ്യവിളേൻ്റെ ആണോ അല്ല വാണിജ്യ വിളയാണോ എന്നൊക്കെ കൺഫ്യൂഷനായി പോകും. അത് വാണിജ്യ വിളയായിട്ടാണ് കൂട്ടുന്നത് കേട്ടോ, കരിമ്പ്. പിന്നെ പരുത്തി ഉണ്ട്, ചണമുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഈ 4 കൃഷി രീതികൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് അതിൻ്റെ പ്രത്യേകതകളൊന്ന് കമ്പയർ ചെയ്തിട്ട് ഇവർ എഴുതിയതാണ്. അപ്പോൾ ഇതൊക്കെ ഈ സ്റ്റേറ്റ്മെൻ്റായിട്ട് വരാം, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനൊക്കെ വരാം, ഓർത്തിരിക്കുക. അപ്പോൾ ഉപജീവന കൃഷീൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായ ഉൽപ്പാദനം അല്ലേ, ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കും. സമ്മിശ്ര കൃഷീൻ്റെ പ്രത്യേകതകൾ ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുന്നു. പിന്നെ ഉൽപ്പാദന ചെലവ് കുറവ്. പിന്നെ അടുത്തത് തോട്ടവിള കൃഷി. താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവാണ് തോട്ടവിള കൃഷിക്ക്, വൻതോതിൽ ഉൽപ്പാദനം സാധ്യമാണ് അല്ലേ. ഇനി അടുത്ത വാണിജ്യവിള കൃഷീൻ്റെ പ്രത്യേകത എന്താണ്? ഉയർന്ന മൂലധന നിക്ഷേപം വേണം, പിന്നെ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. ഇനി അടുത്തത് കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ എന്നിങ്ങനെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളായി ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ അല്ലേ. ഇനി എന്നാൽ വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിളകളാണ് നാണ്യവിളകൾ. നമ്മുടെ രാജ്യത്തെ കാർഷിക വിളകൾ കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കുക. അപ്പോൾ ഭക്ഷ്യവിളകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും നെല്ല്, ഗോതമ്പ് അല്ലേ, അങ്ങനെ പോകും, കുറേ എണ്ണം ഉണ്ടാവും. പിന്നെ നാണ്യവിളകൾ പ്രധാനമായിട്ടും പരുത്തി, റബ്ബർ ഇതൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് വിളകളും, ഇന്ത്യയിലെ പ്രധാന വിളകളും പിന്നെ അത് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് കാണുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഉത്തർപ്രദേശ്, പിന്നെ പഞ്ചാബ്, മധ്യപ്രദേശ്, പിന്നെ ഹരിയാന അല്ലെ. പഞ്ചാബ്, ഹരിയാന അടുത്തടുത്ത്, ഉത്തർപ്രദേശും മധ്യപ്രദേശും അടുത്തടുത്ത്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. ഇനി പരുത്തി എന്ന് പറയുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടുള്ളത്? ഒന്ന് ഗുജറാത്തും രാജസ്ഥാനും അടുത്തടുത്ത്, അത് ഓർത്തിരിക്കുക. പിന്നെ മഹാരാഷ്ട്രയും തെലങ്കാനയും. ഓക്കെ, പിന്നെ നെല്ല് എവിടെയൊക്കെയാണ്? പശ്ചിമ ബംഗാളിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രാപ്രദേശ്, പിന്നെ ബീഹാർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമേഖല എന്ന് പറയുന്നത് കറണ്ട് അഫെയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇന്ത്യയിലെ പ്രധാന ഈ വിളകൾ, നെല്ല്, ഗോതമ്പ്, പരുത്തി, ഈ വിളകളൊക്കെ ഏതൊക്കെ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്നുള്ളത്, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഈ 3 എണ്ണം നമ്മൾ പഠിച്ചു വെക്കണം. ഏറ്റവും കുറഞ്ഞത് നെല്ലും ഗോതമ്പെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം. അത് ചോദിക്കാറുണ്ട്, കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ അധികം ടെലഗ്രാമിലൊക്കെ ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൽ ഇതുപോലെ കുറേ PSCക്ക് വേണ്ടിയിട്ടുള്ള ചാനലുകളുണ്ട്, ഓരോ ടോപ്പിക് വൈസ് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് വൈസ് ഒക്കെ ഉള്ള, കറണ്ട് അഫെയറിനും സയൻസ്, അങ്ങനെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒക്കെ പറഞ്ഞിട്ട് പല പല ചാനലുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഈ കറണ്ട് അഫെയറിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഡോക്യുമെൻ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ PSCൻ്റെ എക്സാം എഴുതുന്നതിന് മുന്നേ ഒരാഴ്ച ഗ്യാപ്പിൽ നിങ്ങളത് പഠിച്ചിട്ട് വേണം പോകാൻ. ഏറ്റവും ലേറ്റസ്റ്റ് ഡാറ്റ വേണം നമ്മൾ നോക്കിയിട്ട് പോകാൻ. ഓക്കെ, ഇനി അടുത്തത് വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ്. വ്യത്യസ്തങ്ങളായ ഇത്തരം കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് അനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, ഫലഭൂയിഷ്ഠമായ മണ്ണ് ഇന്ത്യയിലുണ്ട്. പിന്നെ ഇന്ത്യയിലെ കാലാവസ്ഥയൊക്കെ ഈ കൃഷികൾക്കൊക്കെ അനുകൂലമാണ് അല്ലേ. പിന്നെ ഇന്ത്യയിൽ ആവശ്യത്തിനുള്ള നദികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കനാലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജലസേചന സൗകര്യവും ഇന്ത്യയിൽ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇന്ത്യയിൽ വൈവിധ്യമാർന്ന കൃഷികൾ
ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കാർഷിക വിളകൾ കൃഷി ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് കൃഷിയും കൃഷിയധിഷ്ഠിത വ്യവസായങ്ങളും. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ, അല്ലേ? കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ. ഇനി കാർഷികോൽപ്പന്നമായ പരുത്തി തുണി വ്യവസായത്തിൻ്റെ അസംസ്കൃത വസ്തുവാണ്. അതിനാൽ തുണി വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണെന്ന് പറയാം, അല്ലേ? അപ്പോൾ അതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം ഏതെന്ന് പറഞ്ഞിട്ട് താഴത്ത് കുറേ എണ്ണം കൊടുക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് തുണി വ്യവസായം നമ്മളൊരു കൃഷി അധിഷ്ഠിത വ്യവസായമാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. ഇതുപോലെ റബ്ബർ, കരിമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വിവിധ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നു, അല്ലേ? റബ്ബർ ഉപയോഗിച്ചിട്ട് നമ്മൾ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ടയർ, അല്ലേ, അതുപോലത്തെ വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കരിമ്പാണെങ്കിൽ നമ്മൾ പഞ്ചസാര, അല്ലേ, പ്രധാനമായിട്ട് പഞ്ചസാര വ്യാവസായികമായിട്ട് ഉണ്ടാക്കാൻ കരിമ്പാണ് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ കാർഷികോൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്ന കൂടുതൽ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ കണ്ടെത്തുക, അല്ലേ? കരിമ്പിൻ്റെ പരുത്തി നമുക്കറിയാം, തുണി വ്യവസായം പറഞ്ഞു. അതുപോലെ കരിമ്പ് പഞ്ചസാര വ്യവസായമാണെന്ന് പറഞ്ഞു, അല്ലേ? ഇനി അടുത്തത് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. ഓക്കെ, അപ്പോൾ ധാതുക്കളുടെ ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞത്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അല്ലെങ്കിൽ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ എന്നിവ ലോഹധാതുക്കളാണ്. ഓക്കെ, അപ്പോൾ ഈ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഏതിൻ്റെ അയിരാണ്? അത് നമ്മുടെ ഇരുമ്പിൻ്റെ അയിരുകളാണ് കേട്ടോ. ഇനി അടുത്ത കലാമിൻ എന്ന് പറയുന്നത് സിങ്ക് എന്ന് പറഞ്ഞ മൂലകത്തിൻ്റെ അയിരാണ്. അതുപോലെ ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ്. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അലൂമിനിയത്തിൻ്റെ അയിര് ഏത്, അല്ലെങ്കിൽ ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണെന്നുള്ളത് അലൂമിനിയാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ സിന്നബാർ എന്ന് പറയുന്നത് മെർക്കുറിയുടെ അയിരാണെന്നും ഓർത്തിരിക്കുക. ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മൈക്ക, വജ്രം, സിലിക്കൻ്റെ മറ്റൊരു പേര് മണൽ. ഓക്കെ, സിലിക്ക അല്ലെങ്കിൽ മണൽ തുടങ്ങിയവ അലോഹ ധാതുക്കളും കൽക്കരി, പെട്രോളിയം എന്നിവ ഇന്ധന ധാതുക്കളുമാണ്. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് ധാതുക്കൾ നമ്മൾ പഠിച്ചു, അല്ലേ? ഒന്ന് ലോഹധാതുക്കൾ, അതിന് 4 എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ അലോഹ ധാതുക്കളിന് ഒരു 3 എക്സാമ്പിൾ ഉണ്ട്. പിന്നെ ഇന്ധന ധാതുക്കൾക്ക് 2 എക്സാമ്പിളുണ്ട്. ഓക്കെ, ഇതൊക്കെ ചേരുംപടി ചേർക്കാൻ ചോദിക്കാം, ഓർത്തിരിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രിലിംസ് എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെന്തായാലും സിമ്പിളാണെങ്കിലും തെറ്റിക്കരുത്. ഇനി അടുത്തത് ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ പഠിച്ചു. ഇപ്പോൾ ധാതു അധിഷ്ഠിത വ്യവസായങ്ങളാണ്, അതിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞത്. ഇവിടെ ധാതുക്കളാണ് അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, മറ്റേ കൃഷി അധിഷ്ഠിത വ്യവസായത്തിലോ അവിടെ കൃഷി ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനി രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പറയേണ്ടത്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇത് വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്നും പ്രാഥമിക വ്യവസായം എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്നും അറിയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പുരുക്ക് വ്യവസായമാണ്. അതുപോലെ പ്രാഥമിക വ്യവസായം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇരുമ്പുരുക്ക് വ്യവസായമാണെന്ന് ഓർത്തിരിക്കാം. രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഇരുമ്പുരുക്ക് വ്യവസായം നമ്മളിപ്പോൾ പറഞ്ഞത്, പിന്നെ ചെമ്പ് വ്യവസായമുണ്ട്, അതുപോലെ അലൂമിനിയം വ്യവസായവും ഉണ്ട്. ഇനി ചില ധാതുക്കളും അവയുടെ ഉപയോഗങ്ങളും ആണ് പറയുന്നത്. ഇതും നമുക്ക് ചേരുംപടിയായിട്ട് ചോദിക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഹെമറ്റൈറ്റ് നമ്മൾ പറഞ്ഞില്ല, ഇരുമ്പിൻ്റെ അയിരാന്ന് പറഞ്ഞു. അപ്പം ഇരുമ്പുരുക്ക് നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സിലിക്ക അല്ലെങ്കിൽ മണൽ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് ഗ്ലാസ് നിർമ്മാണത്തിനും പിന്നെ വീട് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? ബോക്സൈറ്റ്, അല്ലേ, അലൂമിനിയത്തിൻ്റെ അയിര്, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? വിമാനം അല്ലെങ്കിൽ വൈദ്യുത ഉപകരണം ഇവയൊക്കെ നിർമ്മാണത്തിനാണ് ഇവ ഉപയോഗിക്കുന്നത്. പിന്നെ വജ്രം നമുക്കറിയാം, അല്ലേ, പ്രധാനമായിട്ടും ആഭരണം നിർമ്മാണത്തിനും പിന്നെ വ്യവസായ മേഖലയിലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കൽക്കരി എന്തിനൊക്കെയാണ്? തീവണ്ടി, ഇരുമ്പ് നിർമ്മാണം, ഇതൊക്കെയാണ് കൽക്കരിൻ്റെ ഉപയോഗം വരുന്നത്. പിന്നെ പെട്രോളിയം നമുക്കറിയാം, അല്ലേ, വാഹന ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പെയിൻറ് നിർമ്മാണം, കീടനാശിനി നിർമ്മാണം, ഇതിനൊക്കെ പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട്. ഹരിത വിപ്ലവം. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും
കാർഷികോൽപാദനക്ഷമത കുറയുന്നതിന് കാരണമായി. അപ്പോൾ അവിടെ കാർഷികോൽപാദനക്ഷമത ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കുറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാരുടെ കാലത്താണെങ്കിൽ എന്തൊക്കെയാണ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണെങ്കിൽ എന്തൊക്കെയാണ്, ഒന്ന് ഭൂനികുതി സമ്പ്രദായം എന്താണ് അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം. അത് എന്താണ്, കർഷകരുടെ മേലെ കൂടുതൽ ബാധ്യത ഉണ്ടാകുന്നതിന് കാരണമായി. അപ്പോൾ തീർച്ചയായിട്ടും കാർഷിക ഉൽപ്പാദനം കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ ബ്രിട്ടീഷുകാർ ഭക്ഷ്യവിളകളോട് അവഗണിച്ച് തോട്ടവിളകളും നാണ്യവിളകൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടും കാർഷിക ഉൽപ്പാദനക്ഷമത കുറയാൻ കാരണം, അല്ലെങ്കിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാൻ കാരണമായി. പിന്നെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാങ്കേതികവിദ്യയും കാലഹരണപ്പെട്ട സാങ്കേതികവിദ്യയായിരുന്നു അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഉൽപ്പാദനക്ഷമത കുറയുന്നതിന് കാരണമായി. ഇനി സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഓക്കെ, അപ്പം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ കാർഷിക രംഗം അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന 2 പരിഷ്കാരങ്ങളായിരുന്നു ഭൂപരിഷ്കരണവും ഹരിത വിപ്ലവം. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തിരിക്കണം. പിന്നെ അടുത്തത്, ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിക്കാം, ഈ ഭൂപരിഷ്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ പോലെ സ്റ്റേറ്റ്മെൻ്റൊക്കെ ആയിട്ട് ചോദിക്കാം. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഒരാളുടെ ഉടമസ്ഥതയിൽ, ഒരാളുടെ കയ്യിൽ വെക്കാൻ പറ്റുന്ന സ്ഥലത്തിന് ഒരു പരിധി നിശ്ചയിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ചഭൂമിയായി കണക്കാക്കുന്നു. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ വെക്കാൻ പറ്റുന്ന ഒരു പരിധി നിശ്ചയിച്ചു. അപ്പോൾ അതിൽ കൂടുതൽ അയാൾക്കുണ്ടെങ്കിൽ ആ ബാക്കി വരുന്ന ഭൂമിനെയാണ് മിച്ചഭൂമി എന്ന് പറയുന്നത്. അത് ആരേറ്റെടുക്കും? അത് ഗവൺമെൻറ് ഏറ്റെടുത്ത് ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. തൽഫലമായി കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു, അല്ലേ? അപ്പോൾ ഭൂമി ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഭൂരഹിതരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യും? ഈ മിച്ചഭൂമി കൊടുക്കും. അപ്പോൾ അവരും അതിനകത്ത് കൃഷി ചെയ്യും. അപ്പോൾ എന്തായും? കാർഷിക ഉൽപ്പാദനം ഇന്ത്യയിൽ കൂടും. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇനി അടുത്ത്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. ഓക്കെ, ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യേകതകളാണ് ഈ മോളിൽ കൊടുത്തിട്ട് കോമട്ട് എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കൊണ്ടുവന്നു ഹരിത വിപ്ലവത്തിൻ്റെ സമയത്ത്. രാസവളങ്ങൾ ഉപയോഗിച്ചു, കീടനാശിനികൾ ഉപയോഗിച്ചു, പിന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു ഹരിത വിപ്ലവത്തിൻ്റെ സമയത്ത്. അതുപോലെ കുറഞ്ഞ നിരക്കിൽ വായ്പകൾ കൊടുത്തു കർഷകർക്ക്. പിന്നെ ശാസ്ത്രീയമായ ജലസേചനം നടത്തി. ഇതൊക്കെ ഹരിത വിപ്ലവം കൊണ്ടുണ്ടായ ഗുണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടൊക്കെയുള്ള ഗുണം എന്താണ്? ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ടം നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപ്പാദനത്തിലാണ്. അതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മുകളിൽ പറഞ്ഞ ഈ കോമട്ട് എഴുതിയ പ്രത്യേകതകൾ കൊണ്ടൊക്കെ നമ്മുടെ ഇന്ത്യയിലെ, അല്ലെങ്കിൽ ഹരിത വിപ്ലവം കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഉൽപ്പാദനം വളരെയധികം കൂടി, അല്ലേ? പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ആദ്യഘട്ട നേട്ടം എന്ന് പറയുന്നത് ഏതിനായിരുന്നു? ഗോതമ്പിനാണ്, അല്ലേ? അത് ഓർത്തിരിക്കണം. ആദ്യഘട്ടം, ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നേട്ടം ഉണ്ടാക്കിയ വിള ഏതെന്ന് ചോദിക്കാറുണ്ട്. ഗോതമ്പാണെന്ന് ഓർത്തിരിക്കുക. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ അധികം നെല്ല് അല്ലെങ്കിൽ അരി ഭക്ഷണമാണ് കഴിക്കുന്നത്, അപ്പോൾ അരിയാണെന്ന് നമ്മൾ വിചാരിക്കും. അല്ല, ഗോതമ്പാണ്, ഓർത്തിരിക്കുക. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടം എന്താണ് അറിയപ്പെടുന്നത്? ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നു, അല്ലേ? ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തെ ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവം, ഓർത്തിരിക്കുക. ഇന്ത്യൻ ഹരിത വിപ്ലവം 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ്, ഓർത്തിരിക്കണം. പിന്നെ അദ്ദേഹം മലയാളിയാണ്, പക്ഷേ അയാൾ ജനിച്ചത് തമിഴ്നാട്ടിലെ കുംഭകോണമാണ്. പിന്നെ ആ ഒരു ഡേറ്റ് എടുത്ത് പറഞ്ഞതുകൊണ്ട് അത് നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ആയിരിക്കും വരിക. ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം അത് കുറച്ച് മുന്നേ മരിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് ഭാരതരത്നയും കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഈ SCERT കൊടുത്തിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വർഷവും മാസവും ഡേറ്റൊക്കെ. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചു. ഓക്കെ, ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ MS സ്വാമിനാഥനാണ്. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതിന് പരിഹാരം കാണുന്നതിനായി നോർമൻ ബോർലോഗുമായി സഹകരിച്ച്
ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവം പരീക്ഷണം നടത്തി. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പരീക്ഷണം നടത്തിയത് MS സ്വാമിനാഥനാണ്. അത് ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ്? നോർമൻ ഇ ബോർലോഗുമായിട്ട്. ഇനി തൽഫലമായി ഉൽപ്പാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഓക്കെ, ആ ഒരു നമ്പർ ഓർത്തിരിക്കണേ. 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു ആദ്യത്തേക്കാളും ഈ ഹരിത വിപ്ലവ സമയത്ത്. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഹരിത വിപ്ലവം വഴി ഇന്ത്യ സ്വയം പര്യാപ്തത ഭക്ഷ്യോൽപാദനത്തിൽ കൈവരിച്ചു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിൽ അന്തരിച്ചു. ഓക്കെ, അപ്പം അദ്ദേഹം അന്തരിച്ച വർഷം, മാസം, ഡേറ്റ് ഓർത്തിരിക്കണം. സെപ്റ്റംബർ 28, 2023. ഇനി അടുത്തത് ഹരിത വിപ്ലവത്തിൻ്റെ ഇരുപുറങ്ങൾ, അതായത് നേട്ടങ്ങളും പരിമിതികളും. ഹരിത വിപ്ലവം എന്ന് പറയുന്നത് തന്നെ PSCൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. അപ്പം അതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ ഒക്കെ ചോദിക്കാറുണ്ട് സ്റ്റേറ്റ്മെൻ്റായിട്ട്. ഓക്കെ, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്, അതുപോലെ സ്വയം പര്യാപ്തത ഉറപ്പാക്കി. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, അല്ലേ? ഭക്ഷ്യധാന്യങ്ങൾ കുറേ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വില കുറയും, അല്ലേ? ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു. പിന്നെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭ ജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. പിന്നെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. ഓക്കെ, അപ്പോൾ രാസവളങ്ങളും കീടനാശിനിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് മണ്ണിന് പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിലും കൂടുതൽ നേട്ടങ്ങളും പരിമിതികളും ഉണ്ട്. PSC ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും, അല്ലേ? അപ്പം അതൊക്കെ നിങ്ങൾ കൂടുതൽ ഇത് ഹരിത വിപ്ലവം എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലെ പല ചാനൽസിൽ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട PDF ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഹരിത വിപ്ലവം. ഓക്കെ, ഇതിൽ മാത്രം ഒതുങ്ങരുത്. ഇനി അടുത്തത് നോർമൻ ഇ ബോർലോഗിനെ പറ്റി നമുക്ക് നോക്കാം. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൻ ഏണസ്റ്റ് ബോർലോഗ്, അല്ലെങ്കിൽ നോർമൻ ഇ ബോർലോഗ്, അല്ലേ? അപ്പോൾ ഇവിടെ കണ്ടോ, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നോർമൻ ഇ ബോർലോഗാണ്. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു പറയണം. ഇന്ത്യൻ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം MS സ്വാമിനാഥൻ എന്ന് എഴുതണം. 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം, ഏത് വർഷമാണ്? 1914. അപ്പോൾ MS സ്വാമിനാഥൻ ജനിച്ചതോ? അത് 1925 ഓഗസ്റ്റ് 7. ഓക്കെ, അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യപടിയെന്ന് വിശ്വസിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം. പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യപടിയെന്ന് വിശ്വസിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നോർമൻ ഇ ബോർലോഗാണെന്ന് ഓർത്തിരിക്കണം. 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു. അതും ഓർത്തിരിക്കണം. ആ ഒരു വർഷം, നോർമൻ ഇ ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ വർഷം ഏത്? 1970. അടുത്തത് നമുക്ക് ഏറ്റവും താഴത്തുള്ള 2 വരി നോക്കാം. കണക്കിലെ മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയനായ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം? കണക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഭാരതീയൻ ആര്? അല്ല, ഭാരതീയനായ ഗണിതശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ശ്രീനിവാസ രാമാനുജനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അത് എഴുതിയ ആളും ആ ജീവചരിത്രത്തിൻ്റെ പേരും തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അവലംബം എന്ന് പറഞ്ഞിട്ട് ചേപ്പാട് ഭാസ്കരൻ നായരുടെ ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ. അപ്പം അതും നിങ്ങൾ ഓർത്തിരിക്കുക. ചിലപ്പം കൃതി തന്നിട്ട് ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞ കൃതി അല്ലെങ്കിൽ അത് ആരുടെ ജീവചരിത്രമാണെന്ന് ചോദിക്കാം. ആരതാണ്? ശ്രീനിവാസ രാമാനുജൻ്റെ ജീവചരിത്രമാണ്. അത് എഴുതിയ വ്യക്തി ആരാണെന്ന് ചോദിക്കാം. ചേപ്പാട് ഭാസ്കരൻ നായരാണ്. ഓക്കെ, പിന്നെ അനുഭവം നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. അത്ര പ്രാധാന്യമില്ല, എന്നാലും നിങ്ങളത് അറിഞ്ഞിരിക്കുക. അടുത്തത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് എന്ത്? ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം. ഇതൊന്നും ആവശ്യാനുസരണം ലഭിച്ചില്ലെങ്കിൽ അയാൾ ദാരിദ്ര്യത്തിലാണെന്ന് പറയാം. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് ദരിദ്രർ.
അല്ലേ? എന്തൊക്കെയാണ്? മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ ഇല്ലാത്ത ആൾക്കാരെ ദരിദ്രരെന്ന് പറയാം. ആ ഒരു ഡെഫിനിഷനൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. അടുത്തത് ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ. അടുത്തത് ഒരാളുടെ വരുമാനത്തിൻ്റെയും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട ഊർജത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കി വരുന്നത്. ഓക്കെ, അപ്പം ഇത് നല്ലൊരു ചോദ്യമാണ് അല്ലേ? ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കി വരുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ നമ്മൾ വിചാരിക്കും ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ അധികവും നമ്മൾ പണമായിട്ടാണ് കണക്ട് ചെയ്യുക, അപ്പോൾ വരുമാനം മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക. പക്ഷെ അത് മാത്രമല്ല ഇന്ത്യയിൽ കണക്കാക്കുന്നത്. ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട ഊർജത്തിൻ്റെ അളവും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ദാരിദ്ര്യം കണക്കാക്കി വരുന്നത് രാജ്യത്തെ. അപ്പോൾ 2 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറയാം, അല്ലെ 2 ഘടകങ്ങൾ ഉണ്ടെന്ന് പറയാം. ഒന്ന് വരുമാനം, 2 ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം. ഇനി രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ ചില കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അസമത്വം, അല്ലേ? അവസര അസമത്വം, തൊഴിലില്ലായ്മ, കടബാധ്യത, വിലക്കയറ്റം, വർദ്ധിച്ച ജനസംഖ്യ. ഇതൊക്കെ ആൾക്കാർ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്ന പൊതു കാരണങ്ങളാണ്. ഇപ്പോൾ അടുത്തത് ബഹുമുഖ ദാരിദ്ര്യ സൂചിക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താ പറയുക, മൾട്ടി ഡൈമെൻഷണൽ പവേർട്ടി ഇൻഡെക്സ്, ഷോർട്ടായിട്ട് MPI എന്ന് പറയും. ഇപ്പോൾ MPIൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ പറയാൻ പറ്റണം, മൾട്ടി ഡൈമെൻഷണൽ പവേർട്ടി ഇൻഡെക്സ്. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക, അല്ലെങ്കിൽ MPI. ഓക്കെ, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? MPI എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം അത് ദാരിദ്ര്യം കണക്കാക്കുന്നതിനുള്ള ഒരു ആഗോളതലത്തിൽ വികസിപ്പിച്ചെടുത്ത ഒരു രീതിയാണെന്നുള്ളത്. ഓക്കെ, ഓക്സ്ഫോർഡ് പോവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവും എൻ്റെ ഷോർട്ട് ഫോമാണ് OPHI, അല്ലേ? അപ്പോൾ ഷോർട്ട് ഫോം എവിടെയൊക്കെ കാണുന്നോ അതിൻ്റെയൊക്കെ ഫുൾ ഫോം നമ്മൾ മാക്സിമം പഠിച്ച് വെക്കാൻ നോക്കണം. അല്ലെങ്കിൽ ആ ഓപ്ഷൻ കാണുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ OPHIയും പിന്നെ UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതായത് UNDPയും സംയുക്തമായി തയ്യാറാക്കിയതാണ് ഇത്, അതായത് MPI, അല്ലേ? MPI ഉണ്ടാക്കിയത് 2 പേര് ചേർന്നിട്ടാണ്. OPHI എന്ന് പറഞ്ഞ ഒരു ഇനീഷ്യേറ്റീവും പിന്നെ UNDP എന്ന് പറഞ്ഞ പ്രോഗ്രാമും, ഇവർ 2 കൂടി ചേർന്നിട്ടാണ് ഈ MPI ഡെവലപ്പ് ചെയ്തത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായി 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്, അല്ലേ? അപ്പം ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത് എത്ര തലങ്ങളിൽ വെച്ചിട്ടാണ്? 3 തലങ്ങളിൽ. എത്ര സൂചകങ്ങളാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണമാണ്? 12. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. 3 തലങ്ങളാണ്, 12 സൂചകങ്ങളാണ്. ചിലപ്പോൾ PSC തിരിച്ച് ചോദിക്കാതെ തിരിച്ചൊക്കെ തരും, 12 തലം 3 സൂചകം എന്നൊക്കെ പറഞ്ഞ് തരും. അപ്പോൾ കൺഫ്യൂഷൻ ആയി പോകരുത്. പിന്നെ ആ 3 തലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ അതും ഓപ്ഷൻസിൻ്റെ അകത്ത് നിന്ന് 5 എണ്ണമൊക്കെ തന്നിട്ട് ഏതൊക്കെയാണ് ഉള്ളതെന്ന് ABCD അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തരും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഉള്ളത് ഈ 3 എണ്ണം ഓർമ്മ ഉണ്ടാവണം: ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് വരുമാനം എന്ന് എടുത്ത് പറയുന്നില്ല, അപ്പോൾ നമ്മൾ അത് ഓർത്തിരിക്കണം. ചിലപ്പോൾ നമ്മൾ ചാടിക്കറി വരുമാനം ഉണ്ടെന്ന് വിചാരിക്കും, ഇതിൻ്റെ അകത്ത് വരുമാനം പറയുന്നില്ല. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം ഓർത്തിരിക്കുക. ഇനി ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം വരുമാനം മാത്രമല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, വരുമാനം മാത്രമല്ല, എന്നാൽ ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ഇനി ഈ 3 തലങ്ങളും അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ആ 12 സൂചകങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം ആരോഗ്യം എന്ന തലത്തിൻ്റെ ഉള്ളിൽ വരുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 3 എണ്ണമാണുള്ളത്: പോഷകാഹാരം, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക്, മാതൃ ആരോഗ്യം. ഓക്കെ, ഇനി അടുത്ത വിദ്യാഭ്യാസം എന്ന തലത്തിന് കീഴിൽ വരുന്ന 2 സൂചകങ്ങൾ ഏതൊക്കെയാണ്? സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ ഹാജർ. ഓക്കെ, ഇനി 3ാമത്തെ തല ഏതാണ്? ജീവിത നിലവാരം. അതിൽ എത്ര എണ്ണം വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6, 7 എണ്ണം വരുന്നുണ്ട്. പാചക ഇന്ധനം, ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ടുകൾ. ഓക്കെ, അപ്പം അങ്ങനെ 7 സൂചകങ്ങളാണ് ജീവിത നിലവാരം എന്ന് പറഞ്ഞ തലത്തിന് കീഴിൽ വരുന്നത്. അടുത്തത് ഒരു ചാർട്ടാണ്. ആ ചാർട്ടിനെ ഞാൻ പ്രധാനപ്പെട്ട ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. ഈ ഒരു ഗ്രാഫിൽ അല്ലെങ്കിൽ ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന ഓരോ സംസ്ഥാനവും അതിന് നേരെ വലതുവശത്ത് 2 കളറുകൾ കാണാം. ഒന്ന് ലൈറ്റ് കളറും കാണാം, ഒന്ന് ഡാർക്ക് കളറും കാണാം, അല്ലേ? ഈ ലൈറ്റ് കളർ എന്തിനാണ് സൂചിപ്പിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ
2015 2016 ദാരിദ്ര്യത്തിൻ്റെ കണക്കാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഡാർക്ക് കളർ എന്തിനാണ് സൂചിപ്പിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2019 2021 വർഷങ്ങളിലെ ആ ഒരു കാലയളവിലെ ദാരിദ്ര്യത്തിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ചിത്രത്തിൽ നമുക്ക് കാണാം ബീഹാറാണ് ഏറ്റവും ദാരിദ്ര്യം കൂടിയ സംസ്ഥാനം. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി കേരളത്തിൻ്റെ ആണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കാം, കേരളം കാണാം അല്ലേ, 4ാമത്തെ സംസ്ഥാനം. സിക്കിം, തമിഴ്നാട്, ഗോവ, കേരളം അല്ലേ. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം കേരളമാണ് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം. അടുത്തത് ഈ കേരളത്തിൻ്റെ വാല്യൂ നിങ്ങൾ ഓർത്തിരിക്കുക. 1% താഴെയാണ് ദാരിദ്ര്യം എന്ന് ഓർത്തിരിക്കുക അറ്റ്ലീസ്റ്റ്. അതായത് ഏറ്റവും ഇതിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഡാറ്റ 2019 2021, അതായത് ഡാർക്ക് കളർ അല്ലേ, 0.55% ആണ്. ഓക്കെ, ഇനി പക്ഷേ നമ്മൾ PSC ചിലപ്പം ലേറ്റസ്റ്റ് ഡാറ്റ ആയിരിക്കും ചോദിക്കുക, അതായത് കറണ്ട് അഫെയർ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കണം 2023 24 25 പുതിയ ഏതെങ്കിലും ദാരിദ്ര്യ സൂചിക അല്ലെങ്കിൽ അതിൻ്റെ ചാർട്ട് അല്ലെങ്കിൽ ഗ്രാഫ് വന്നിട്ടുണ്ടോ, ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഏത് സംഘടന പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് സംഘടനയാണ്, അതിൽ കേരളത്തിലെ ദാരിദ്ര്യം എത്രയാണെന്നൊക്കെ ഉള്ളത് ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. എത്ര ശതമാനം എന്നുള്ളത് നോക്കി വെക്കണം. അറ്റ്ലീസ്റ്റ് കേരളത്തിൻ്റെതും നോക്കി വെക്കുക. കേരളമായിരിക്കും ഒന്നാമത് എന്തായാലും ഉണ്ടാവുക. പിന്നെ ഏറ്റവും അവസാനം വരുന്ന സംസ്ഥാനം ഏതാണെന്നും അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതും ഒന്ന് നിങ്ങൾ കറണ്ട് അഫെയർ നോക്കി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ചില പദ്ധതികളാണ്. നമ്മൾ ഈ ദാരിദ്ര്യം ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പദ്ധതികളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പദ്ധതി വിഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയം തൊഴിൽ, വേതന തൊഴിൽ പദ്ധതികളാണ്. ഓക്കെ, അതേതൊക്കെയാണെന്ന് നോക്കാം. 1 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതുപോലെ രണ്ടാമത്തത് പ്രധാനമന്ത്രി റോസ്ഗർ യോജന. അപ്പോൾ ഈ 2 പദ്ധതികളുടെയും പ്രധാന ലക്ഷ്യം എന്താണ്? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു. ഓക്കെ, പ്രായപൂർത്തിയായവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക. അപ്പം രണ്ടാമത്തെ അതായത് ജീവനം പദ്ധതി, അതിൻ്റെ ലക്ഷ്യം എന്താണ്? സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന്. അതായത് ചില ആൾക്കാർ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിലെ ആ ഒരു നാഥനായിരിക്കും മരിച്ചു പോവുക. പിന്നെ ബാക്കി ആ വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ വഹിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തിലെ ഒരാൾക്ക് എന്ത് ചെയ്യുക, ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ആ ഒരു ജീവനം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ. ആ ഒരു വേർഡ് പ്രത്യേകം ഓർത്തിരിക്കണം. PSC സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ ഇത് തിരിച്ചും മറിച്ചും പറയാറുണ്ട്. വിദഗ്ധ കായിക തൊഴിൽ, അവിദഗ്ധ കായിക തൊഴിൽ എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആയി പോകരുത്. അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പ്രധാനപ്പെട്ട 2 വാക്കുകളാണുള്ളത്. 1 അവിദഗ്ധ കായിക തൊഴിൽ, രണ്ടാമത്തത് പ്രായപൂർത്തിയായ അംഗങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 3 എണ്ണമാണുള്ളത്. 1 പൊതുവിതരണ സംവിധാനം അല്ലേ, ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു, അതാണ് അതിൻ്റെ ലക്ഷ്യം. ഇനി രണ്ടാമത്തത് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ അല്ലെങ്കിൽ PM പോഷൺ പദ്ധതി എന്ന് പറയും അല്ലേ. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ്? 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണത് അല്ലേ. ആ ക്ലാസ് റേഞ്ച് നിങ്ങൾ ഓർത്തിരിക്കണം, 1 മുതൽ 8 വരെയാണ്. അതും ഉച്ചഭക്ഷണമാണെന്നും ഓർത്തിരിക്കണം. ഇനി സുഭിക്ഷ കേരളം പദ്ധതി, കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? സുഭിക്ഷ കേരളം പദ്ധതി. ചിലപ്പോൾ ചോദ്യം തിരിച്ചും ചോദിക്കാം, കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? സുഭിക്ഷ കേരളം പദ്ധതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. ഇനി അടുത്തത് അവസാനത്തത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ്. അത് 3 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി അല്ലെങ്കിൽ അത് കൂടാതെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ? 1 നിരാലംബരായ മുതിർന്ന പൗരർക്ക് പെൻഷൻ. ഓക്കെ, മുതിർന്ന പൗരരാണ്, അവർക്ക് പെൻഷൻ കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? ഇൻഷുറൻസ് പരിരക്ഷയും നൽകുക. ഓക്കെ, നിരാലംബരായ മുതിർന്ന പൗരന്മാർക്കാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത്. എന്തൊക്കെ? ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും. 1 പെൻഷനും 1 ഇൻഷുറൻസ് പരിരക്ഷയുമാണ്. ഇനി അടുത്തത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അല്ലേ. ഇത് PSC ചോദിക്കുന്ന ഒരു
പോയിൻ്റാണ് നിരാമയ പദ്ധതി. എന്തുമായി ബന്ധപ്പെട്ടാണ്? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ കേരളത്തിലെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി ഏതാണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നിരാമയ പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഇവ കൂടാതെ കേരളം മറ്റ് ചില പദ്ധതികൾ കൂടി ഫലപ്രദമായി നടപ്പിലാക്കി വരുന്നു. സ്നേഹസ്വാന്തനം, വയോമിത്രം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാരുണ്യ ആരോഗ്യ സുരക്ഷ, താലോലം, ആശ്വാസകിരണം, സ്നേഹപൂർവം, ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ തുടങ്ങിയവ ചില ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് ഈ പദ്ധതികളുടെ ജസ്റ്റ് അതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നൊന്ന് നോക്കാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത ഡീറ്റെയിൽസ് ആണ്. കാരണം നമുക്കറിയാം പദ്ധതി എന്ന് പറയുന്നത് PSCൻ്റെ ഒരു ഫേവറേറ്റ് പോർഷനാണ്, നമ്മുടെ സിലബസിലുള്ളതാണ്. അപ്പം പ്രത്യേകിച്ച് കേരളത്തിലുള്ള പദ്ധതികൾ. അപ്പം ഈ ഒരു പദ്ധതികളുടെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടെത്തി പഠിക്കണം, ഇതിൽ മാത്രം ഒതുങ്ങരുത്. ഓക്കെ, അപ്പോൾ സ്നേഹസ്വാന്തനം എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. അതുപോലെ വയോമിത്രം എന്ന് പറയുന്നത് 65 വയസ്സിന് മേലെയുള്ളവർക്കുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യ നിരക്ക് കുറയ്ക്കുക, അതുപോലെ അതിദരിദ്രരെ സാമ്പത്തികമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു പദ്ധതിയാണത്. ഇനി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അല്ലേ, അതിൻ്റെ ചുരുക്കപ്പേരാണ് KSP. ഓക്കെ, KASP. ദരിദ്രരും ദുർബലരുമായ കുടുംബാംഗങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണ് കാസ്പ് അല്ലെങ്കിൽ KASP അല്ലേ. ഇനി താലോലം എന്ന് പറഞ്ഞാലോ, മാരക അസുഖമുള്ള 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ചികിത്സാ ധനസഹായ പദ്ധതിയാണ്. ഇനി ആശ്വാസകിരണം എന്ന് പറഞ്ഞാൽ കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം. ഓക്കെ, രോഗികൾക്കല്ല കേട്ടോ, അവരെ പരിചരിക്കുന്നവർക്കാണ്, ഓർത്തിരിക്കുക. അതുപോലെ സ്നേഹപൂർവം എന്ന് പറഞ്ഞ പദ്ധതിയോ, മാതാപിതാക്കളിൽ ഒരാൾ അല്ലെങ്കിൽ ഇരുവരും മരണപ്പെട്ട കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. അതുപോലെ ക്യാൻസർ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്കായുള്ള പദ്ധതി. ഇനി ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാലോ, അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയാണത്. ഇതിൻ്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. ലിവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഓർഡറൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക. അടുത്തത് കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും. ഓക്കെ, അപ്പോൾ ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കുടുംബശ്രീൻ്റെ ടാഗ് ലൈനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആപ്തവാക്യമാണ് ഒന്നായി മുന്നേറാം എന്നുള്ളത്. അത് ഓർത്തിരിക്കണം, PSC ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നായി മുന്നേറാം എന്നുള്ളത് എന്തിൻ്റെ ആപ്തവാക്യമാണെന്നുള്ളത് ഇപ്പോൾ കുടുംബശ്രീ എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഇനി ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട്, ഇപ്പം എന്തൊക്കെയാണ് കുടുംബശ്രീൻ്റെ ലക്ഷ്യങ്ങൾ? ഒന്ന് ദാരിദ്ര്യ ലഘൂകരണമാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് വരുന്നത് രണ്ടാമത്തെ പോയിൻ്റാണ് അല്ലേ, സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ച എന്നുള്ളത്. സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടതാണ് കുടുംബശ്രീ എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് കത്തും. പക്ഷേ ദാരിദ്ര്യ ലഘൂകരണം എന്നുള്ളത് പോയിൻ്റ് നമുക്ക് പെട്ടെന്ന് കത്തണം എന്നില്ല, അപ്പോൾ അത് ഓർത്തിരിക്കുക. ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. ഓക്കെ, ആ ഒരു വർഷവും ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, 1998 മെയ് 17. പിന്നെ ഈ മെയ് 17 പ്രത്യേകത, കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് മെയ് 17. ഇനി സാമൂഹിക ജീവിതത്തിൻ്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു. ഷീ സ്റ്റാർട്ട്സ്, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു. ഓക്കെ, അപ്പോൾ കൊച്ചി മെട്രോ സർവീസിൽ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ നമുക്കത് കൺഫ്യൂഷൻ ആവും അല്ലേ. ആ സമയത്ത് ചിലപ്പോൾ കുടുംബശ്രീക്കാരൊക്കെ കൊച്ചി മെട്രോയിലൊക്കെ വർക്ക് ചെയ്യുമോ എന്നൊക്കെ ഒരു ഡൗട്ട് വരും. അപ്പോൾ അത് ഈ ഒരു പോയിന്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലുണ്ടാവണം. ഓക്കെ, നമ്മൾ വെറുതെ വായിച്ച് പോകരുത്. ഇങ്ങനെയൊക്കെയായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് വരിക. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകമാണ്. ഓക്കെ, അപ്പോൾ എന്തിനൊക്കെയാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന്, പിന്നെ സാമൂഹ്യ മൂലധന സമാഹരണത്തിന്. അടുത്തത് ഭക്ഷ്യസുരക്ഷ. ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്കാവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ PSC ചോദിക്കാം. ഓക്കെ, അപ്പോൾ സമൂഹത്തിൽ എല്ലാവർക്കും പറ്റണം, പിന്നെ അതുപോലെ എല്ലായ്പ്പോഴും പറ്റണം, അതുപോലെ അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാകണം. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നാമത്തെ പോയിന്റ് ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആകും. ഓരോരുത്തർക്കും ആവശ്യമായ അളവിലൊക്കെ ആഹാരം ലഭ്യമാക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശരിയാവുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എല്ലാത്തിനൊരു അളവും ഇതൊക്കെ ഇല്ലേ, ഒരു പരിധിയൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇതിൻ്റെ ഡെഫിനിഷനിൽ പറയുന്ന ആ ഒരു വേർഡ് നിങ്ങൾ ഓർത്തിരിക്കണം. അവരവർക്ക് ആവശ്യമായ അളവിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ട്? 1 കാലാവസ്ഥാ വ്യതിയാനം, 2 വ്യവസായവൽക്കരണം, 3 വരുമാനക്കുറവ്, 4 വിലവർദ്ധനവ്, പിന്നെ 5 ലഭ്യതക്കുറവ്, പിന്നെ 6ാമത്തെ പോയിന്റ് എന്താണ്? വിതരണത്തിലെ അസന്തുലിതാവസ്ഥ. ഈ 6 പോയിന്റുകൾ അല്ലെങ്കിൽ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത്. ഓർത്തിരിക്കുക. ഇനി അടുത്തത് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? സിവിൽ സപ്ലൈസ് ഉണ്ട്, അതുപോലെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇനി അടുത്തത് വിശപ്പ് രഹിത കേരളം. പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഓക്കെ, അപ്പോൾ പട്ടിണി ഇല്ലാതാക്കിയിട്ട് കേരളത്തിന് ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക, അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വിശപ്പ് രഹിത കേരളം പദ്ധതി. ഓക്കെ, ഇനി അടുത്തത് 2017-2018 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് പദ്ധതി നടന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിശപ്പ് രഹിത കേരളം പദ്ധതി ആരംഭിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2017-2018 അല്ലേ? ആ ഒരു വർഷമാണെന്ന് ഓർത്തിരിക്കുക, ആ ഒരു സമയമാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ആരൊക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ചോദിക്കാം. കുടുംബശ്രീ എന്ന് പറയാം, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയാം, എന്നിട്ട് അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ചേർന്ന് എന്ന് പറയാം. ഇതൊക്കെ ഓപ്ഷനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇവ രണ്ടും കൂടി ചേർന്നിട്ടാണെന്ന് ഓർത്തിരിക്കുക. കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് പദ്ധതി നടന്നു വരുന്നത്. ഇത്തരം നൂതന പദ്ധതികളിലൂടെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുക വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഈ വിശപ്പ് രഹിത കേരളം പദ്ധതിയിലൂടെ ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇനി അടുത്തത് ആരോഗ്യപുരം, മൂന്നാമത്തെ വരി നോക്കുക. ആരോഗ്യപൂർണമായ ജീവിതം നിലനിർത്തുവാൻ പോഷകസമൃദ്ധമായ ആഹാരം മതിയായ അളവിൽ ആവശ്യമാണ്. ഭക്ഷ്യസുരക്ഷയില്ലായ്മ പൊതുവെ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയാണ് ബാധിക്കുന്നത്. എന്നാൽ ഭൂകമ്പം, വരൾച്ച, വെള്ളപ്പൊക്കം, സുനാമി, മഹാമാരികൾ തുടങ്ങിയവ നേരിടുമ്പോൾ രാജ്യത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെയും ഭക്ഷ്യസുരക്ഷയില്ലായ്മ ബാധിക്കും. പൊതുവിതരണ സംവിധാനത്തിൻ്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ അപ്പോൾ പുതിയ CRTയിലെ ക്ലാസ് 7 ഭാഗം 1 ടെക്സ്റ്റ് ബുക്കിലുള്ള 7 ചാപ്റ്ററുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഭാഗം 2 ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുകയാണ് 7ാം ക്ലാസ്സിൻ്റെ, അതായത് ചാപ്റ്റർ 8 മുതൽ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.